പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് SSLCയുടെ ഫലം അറിയുകയാണ്. നാളെ +2ൻ്റെ ഫലവും അറിയും. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഒരധ്യാപകൻ എന്ന നിലയിൽ ICSEയുടെയും CBSEയുടെയും റിസൾട്ട് ഇന്നലെ അറിഞ്ഞു. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും കിട്ടട്ടെ. ഒരുപക്ഷെ B+ C+ ഒക്കെ കിട്ടിപ്പോയാൽ വിഷമിക്കുന്നു വേണ്ട. ഒരുപക്ഷെ ഇനി തോറ്റുപോയെന്ന് വെച്ചു, അതും വിഷമിക്കുന്ന. തോറ്റുപോയാൽ നമുക്ക് റിവാലുവേഷൻ പോവാം, അല്ലെങ്കിൽ അടുത്തുള്ള എഴുതിയെടുക്കാം, അല്ല എസ്സേ എഴുതാം. ഇതൊന്നും ജീവിതത്തിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് ചിന്തിക്കുകയും ചെയ്യും. ചില കുട്ടികളെങ്കിലും ഉണ്ട്, പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുക, നിരാശയിലേക്ക് അങ്ങ് പോവുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തോറ്റവൻ്റെ കൂടിയാണ് ഈ ലോകമെന്നത് മറക്കാതിരിക്കുക. ജയിച്ചവൻ്റെ മാത്രമല്ല ഈ ലോകം, തോറ്റവർക്കൂടെ അവകാശപ്പെട്ടതാണ് ഈ ലോകം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് വിഷമിക്കാനോ നിരാശപ്പെടാനോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനോ ഒന്നും ചിന്തിക്കണ്ട. അടച്ചിട്ട് മുറിക്കകത്ത് കയറിയിരിക്കരുത്. കൂളായിട്ട് നടന്നു പോവുക, തൻ്റെ ഇടത്തൂടെ ഇറങ്ങി നടക്കുക, അഭിമാനത്തോടെ സ്വാഭിമാനത്തോടെ ഇറങ്ങി നടക്കുക. ഫുൾ A+ കിട്ടുന്നവരും B+ കിട്ടുന്നവരും C+ കിട്ടുന്നവരൊക്കെ സ്വന്തം അധ്യാപകരെയൊക്കെ വിളിച്ച് നന്ദി പറഞ്ഞേക്കുക. ട്യൂഷൻ അധ്യാപകരായിരിക്കാം, അല്ലാതെ സ്കൂളിലെ അധ്യാപകരായിരിക്കാം. ആരോടും ഭാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും നന്ദി പറയുക. മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുക. കൂട്ടുകാരോട് കുശലം പറയുക. വഴിയോരങ്ങളിലെ ചെടികളോടൊക്കെ സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വെയിലത്ത് റിസൾട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഇപ്പോൾ കാത്തു നിൽക്കുകയായിരിക്കും. ഒരിക്കലും ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടരുത് എന്നും ചിന്തിക്കുക. ചൊരതുടിക്കും ചെറുകൈകളെ പെറുക വന്ന ഈ പന്തങ്ങൾ എന്ന് കവി പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയുന്നു. ഭാരതത്തിൻ്റെ ഈ ഭാവിയും ലോകത്തിൻ്റെ ഭാവിയും നിങ്ങളുടെ കൈകളിലാണ് എന്ന് ഓർക്കുക. പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇറക്കി വിട്ട് സ്കൂളിൽ നിന്ന് പഠിക്കത്തില്ല, ഇവനെ പഠിപ്പിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ലോകത്തിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി തീർന്നതാണ്. ക്ലാസ്സുകളിരിക്കാതെ തന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ തലപ്പത്തെത്തിയ ആളുകളുണ്ട്. സയൻസിൻ്റെ കണ്ടുപിടുത്തത്തിൽ എല്ലാ A+ കിട്ടിയവരല്ല സയൻസിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും മുമ്പിൽ വന്നിട്ടുള്ളത്. ചിലന്തി ആരെങ്കിലും കൂട് കെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ അതിൻ്റെ ഒരൊറ്റ വല പോലും ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വളരെ കൃത്യതയോടാണ് അതൊരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല. അത് വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ കൂടുണ്ടാക്കുന്നത്. ലൈക്ക് ദാറ്റ് നിങ്ങൾക്കെല്ലാം സാധിക്കും എന്ന് ചിന്തിക്കുക. പരാജിതരല്ല നമ്മൾ, പഠിക്കുന്നവരാണ്. വിജയത്തിൻ്റെ പടവുകൾ മാത്രം പഠിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ എന്ത് കിട്ടിയാലും D കിട്ടിയാലും സാരമില്ല, ഐ വിൽ ഫൈറ്റ് ആൻഡ് ഐ വിൽ ഫൈൻഡ് ഔട്ട് എന്ന് ചിന്തിക്കുക. ഐ വിൽ ഫൈറ്റ് ആൻഡ് ഐ വിൽ ഫൈൻഡ് ഔട്ട്. എല്ലാവർക്കും നന്മയുടെ ദിവസം. ജോൺസൺ കരൂർ.